ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. ആലപ്പുഴ മാന്നാറിൽ മക്കൾക്ക് ജ്യൂസിൽ വിഷം കലർത്തി നൽകുകയും സ്വയം കുടിക്കുകയും ചെയ്ത അച്ഛന് പിന്നാലെ മൂത്ത മകളും മരിച്ചു. മാന്നാർ ആലുമൂട് സ്വദേശി മനോജ്, മകൾ ശിവനന്ദന എന്നിവരാണ് മരിച്ചത്. രണ്ടാമത്തെ മകൾ ശിവഗംഗ പരുമറിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക പ്രശ്നമാണ് ഈ രീതിയിലുള്ള ഒരു ദുരന്തത്തിന്, ഒരു കൂട്ട മരണത്തിന് കാരണമായതെന്നാണ് നിഗമനം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് മക്കളെ 7ഉം 11ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 പെൺകുട്ടികളെ സ്കൂളിൽ നിന്നും കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന അച്ഛൻ അതിനിടെ അവർക്ക് ജ്യൂസ് നൽകുന്നു. ആ ജ്യൂസിൽ വിഷം കലർത്തിയിരുന്നു. അച്ഛൻ്റെ മരണം ഇന്നലെ തന്നെ സംഭവിച്ചിരുന്നു. 2 പെൺകുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മൂത്ത മകളും മരിച്ചുവെന്ന ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. എപ്പോഴാണ് മരണം സംഭവിച്ചത്? ഇളയ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ടോമെ, അതീവ ദുഃഖകരമായ സംഭവമായിരുന്നു ഇന്നലെ ചേർത്തല മാന്നാറിൽ നിന്ന് ഉണ്ടായത്. ഈ 2 കുട്ടികൾ, അതായത് അച്ഛൻ മനോജ് എരമത്തൂർ സ്വദേശിയാണ്. അദ്ദേഹം തൻ്റെ മക്കൾക്ക് ജ്യൂസിൽ വിഷം നൽകിയതിനു ശേഷം മനോജും കുടിച്ച് 3 പേരും മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഇളയ കുട്ടി, അതായത് മൂത്ത കുട്ടി ശിവനന്ദന, ആ കുട്ടി മരണപ്പെട്ടു. ഒപ്പം തന്നെ മനോജും മരണപ്പെട്ടു. അപ്പോൾ ഇവർ 2 പേരും ജ്യൂസ് കുടിച്ചു. അതിനുശേഷം ഇളയ കുട്ടിക്ക് കൊടുത്തപ്പോൾ അത് കയ്പാണെന്ന് പറഞ്ഞ് കുട്ടി കുടിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഇളയ കുഞ്ഞ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇവർ എരമത്തൂർ സ്വദേശികളാണ്. മനോജ് കുറച്ച് നാളുകളായി ചില സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. അത്തരത്തിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഇളയ കുട്ടി ഇപ്പോൾ ആരോഗ്യനില, അതായത് ജ്യൂസ് രുചിച്ചു മാത്രം നോക്കിയിട്ടുള്ള ഇളയ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആദ്യം ഈ 2 അച്ഛൻ മനോജും ഒപ്പം തന്നെ മൂത്ത ചേച്ചിയും ഈ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവരുടെ ഒരു അവശ നിലയിലായത് കണ്ടാണ് ഇളയ കുട്ടിയാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. ഇവര് സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു ഇടവഴിയിൽ കാർ നിർത്തി കാറിനകത്തിരുന്നാണ് ഈ ജ്യൂസ് കുട്ടികൾക്ക് കൊടുത്തത്. തുടർന്ന് മൂത്ത കുട്ടി അത് കുടിച്ചിരുന്നു. പക്ഷേ ഇളയ കുട്ടിക്ക് അത് രുചി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടി തടയുകയായിരുന്നു. അങ്ങനെ ഇളയ കുട്ടി ഒന്ന് രുചിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ മനോജ് മരണപ്പെട്ടിരുന്നു. ഈ ആദ്യത്തെ കുട്ടി, മൂത്ത കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടെ ആ കുഞ്ഞിൻ്റെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് വിദ്യാർത്ഥികളും 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ഈ 2 മക്കളും. അതിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ മനോജ് ചില കരാർ വർക്കുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ടിപ്പർ ലോറിയിൽ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഇറക്കി നൽകുകയും ഒപ്പം തന്നെ JCB അടക്കമുള്ള വാഹനങ്ങൾ ഉണ്ട്. ഇയാൾ ചില അമ്പലങ്ങളെ അടക്കം ഭാരവാഹിത്വത്തിലേക്ക് പോകുന്നൊരു ഘട്ടം വന്നപ്പോൾ ബിസിനസ്സിലേക്ക് അത്ര കണ്ട് ശ്രദ്ധ വന്നില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് വ്യക്തമായ വിവരം. അത്തരത്തിൽ വരികയും പിന്നീട് ഈ ഭാരവാഹിത്വങ്ങളൊക്കെ നിന്ന് അതിലേക്ക് ശ്രദ്ധ പോവുകയും ചെയ്തതോടുകൂടി ബിസിനസ്സിലെ ശ്രദ്ധ കുറഞ്ഞു. അങ്ങനെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഫെഡറൽ ബാങ്കിൽ 36 ലക്ഷത്തോളം വായ്പ ഉണ്ടായിരുന്നു. അത് വീടിൻ്റെ പേരിലുള്ള രേഖകൾ പണയം വെച്ചിട്ടായിരുന്നു ഈ വായ്പ എടുത്തിട്ടുള്ളത്. അത് തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് വണ്ടിയുടെ CC, അതായത് ഈ വാഹനത്തിൻ്റെ CC തിരിച്ചടവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പക്ഷേ മനോജ് വലിയ കാര്യമായി വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. 3 പെൺകുട്ടികളാണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ കുട്ടി കൈക്കുഞ്ഞാണ്. ഭാര്യയും കൈക്കുഞ്ഞും വീട്ടിൽ ആണ് ഉണ്ടായിരുന്നത്. ഈ മൂത്ത 2 പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്നത് വഴിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ ദുഃഖകരമാണ്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരത്തിന് അതാണ് ഏറ്റവും സങ്കടകരം. അവിടെ അനാഥരാകുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. സ്വാഭാവികമായി അവർക്കറിയാം ഭർത്താവിനെയും മൂത്ത മകളെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദന കുടുംബത്തിനുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇതിന് കാരണമായതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ ഭാര്യയെയും ഈ ഒരു കൈക്കുഞ്ഞിനെയും തനിച്ചാക്കി ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിന് അയാളെ പ്രേരിപ്പിച്ചത്, മനോജിനെ പ്രേരിപ്പിച്ചതെന്ന് കൂടി അറിയണം. അതുമായി ബന്ധപ്പെട്ട മറ്റേ ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു എവിടെയെങ്കിലും? അല്ലെങ്കിൽ എത്ര സൂചനകൾ, ഇങ്ങനൊരു ആത്മഹത്യയെക്കുറിച്ചുള്ള സൂചനകൾ എപ്പോഴെങ്കിലും മനോജ് നൽകിയിരുന്നോ ശരണ്യ?
ടോമെ, അത്തരം കാര്യങ്ങളൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാറിനകത്ത് നടത്തിയ പരിശോധനയിൽ അത് അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇവര് കഴിച്ച ഇത് എന്താണെന്നുള്ളത്, അതായത് കഴിച്ച കീടനാശിനി ജ്യൂസിലാണ്, ശീതളപാനീയത്തിലാണ് ഇത് കലക്കി കുടിച്ചിരുന്നത്. അപ്പോൾ എന്താണ് കഴിച്ചെന്നുള്ള ബോട്ടിലോ ഒന്നും കണ്ടെത്താനായിട്ട് പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ കെമിക്കൽ എക്സാമിനേഷനിലെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ ആദ്യത്തെ ആളുടെ, അതായത് മനോജ് ഇത് കഴിച്ച് സ്കൂളിലെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ മനോജിന് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. മൂത്ത കുട്ടി ആശുപത്രിയിൽ എത്തിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അതും മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഈ സാമ്പത്തിക ലോൺ അടക്കമുള്ള വായ്പകൾ അടക്കമുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട് എന്ന് കുടുംബത്തിന് അറിയാമെങ്കിലും അതിനകത്ത് തിരിച്ചടവ് മുടങ്ങിയതോ അല്ലെങ്കിൽ അത് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള വിവരം കാര്യമായി കുടുംബത്തെ ധരിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു ആഴത്തെ സംബന്ധിച്ച് വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനെ രണ്ട് കുട്ടികളും മാത്രമായിട്ട് അങ്ങനെ ഒരു വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മാന്നാറിലാണ് അച്ഛൻ 2 പെൺമക്കൾക്ക് വിഷം കൊടുത്ത ശേഷം, ജ്യൂസ് വിഷം കലർത്തി നൽകിയ ശേഷം ജീവനൊടുക്കിയത്. അതിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന മൂത്ത കുട്ടി മരണത്തിന് കീഴടങ്ങിയെന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.